തിരുവനന്തപുരം പോത്തങ്കോട്ടെ വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കൊയ്ത്തൂർക്കോണം സ്വദേശി തങ്കമണിയാണ് കൊല്ലപ്പെട്ടത്. മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ട്. ബ്ലൗസ് കീറിയ നിലയിലാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷിലേക്ക് വരും മുമ്പ് ആ CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. പോത്തങ്കോടാണ് വയോധികയുടെ മരണമോ നേരത്തെ കൊലപാതകമാണോ എന്ന സംശയമുണ്ടായിരുന്നു, ദുരൂഹതയുണ്ടായിരുന്നു. പക്ഷേ അത് കൊലപാതകം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ. അത് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടിയാണ് അത് കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. കൊയ്ത്തൂർക്കോണം സ്വദേശി തങ്കമണിയാണ് കൊല്ലപ്പെട്ടത്. മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ട് എന്നറിയുന്നു. ബ്ലൗസ് കീറിയ നിലയിലാണ്. ഈ കാണുന്ന ഈ CCTV ദൃശ്യങ്ങൾക്കാണ് നേരത്തെ കണ്ട ആളാണ് പ്രതി, ഈ കാണുന്ന ആളാണ് പ്രതി എന്നാണ് സംശയിക്കപ്പെടുന്നത്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഇയാൾ ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഹാഷ്മി, എത്രയും വേഗം പ്രതിയിലേക്ക് എത്തുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. തുടക്കം മുതൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പോത്തൻകോട് കൊയ്തൂർക്കോണം സ്വദേശിയായ തങ്കമണിയെ വീടിന് സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ഭിന്നശേഷിക്കാരി കൂടിയാണ് തങ്കമണി. കഴിഞ്ഞ കുറേ നാളുകളായി തങ്കമണി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഈ രാവിലെ ഈ പൂ പറിക്കാനായി പോയ തങ്കമണിയെ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് തന്നെ വളരെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ തങ്കമണിയുടെ മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. തങ്കമണി ധരിച്ചിരുന്ന ഒരു കമ്മൽ കാണാനില്ലായിരുന്നു എന്ന കാര്യങ്ങൾ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് ഒരു കൊലപാതക സാധ്യതയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിൽ പ്രതിയെന്ന സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളും ഈ CCTV ദൃശ്യങ്ങളിൽ പോലീസിന് കിട്ടിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തെ റേഷൻ കടയിൽ നിന്നുള്ള CCTV ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഒരാൾ നടന്നു പോകുന്നത് കാണാൻ കഴിയും. ഇത് മലയാളിയാണ് എന്നതാണ് പ്രധാനമായും പോലീസ് അറിയിക്കുന്ന കാര്യം. ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് ഇപ്പോൾ സൂചന ലഭിച്ചിട്ടുണ്ട്. വളരെ ദുരൂഹ സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരാൾ ഷർട്ട് ഇടാതെ നടന്നു പോകുന്നത്. ഇദ്ദേഹം തന്നെ ആയിരിക്കും ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് നിലവിൽ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. മോഷണ ശ്രമമായിരിക്കാം അത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊരു പ്രാഥമിക നിഗമനത്തിൽ ഇതിനോടകം തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ പ്രതിയെ കിട്ടണം. പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയൂ. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഹാഷ്മി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ CCTV ദൃശ്യങ്ങൾ കാണുന്ന ആൾ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് സംശയിക്കുകയാണ്. മോഷണ ശ്രമമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയുമാണ്.